ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ചേച്ചിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട സമയം ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഇന്നും ഞാൻ ഗാർഡനിലേക്ക് വന്നിരിക്കുവാണ്. ഗാർഡനിൽ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ എനിക്കും ഒരു പ്രത്യേക സന്തോഷം. അപ്പം ഇന്ന് നമുക്ക് കുറേ എയിമുണ്ട്. ഒന്ന്, നമ്മുടെ റാണിയുടെ ഡാഡി വന്നില്ലേ 2 ദിവസം മുൻപ്. അപ്പോൾ ഡാഡി അവിടെ വീട്ടിൽ തന്നെ മുളപ്പിച്ച കുറച്ച് തക്കാളിയുടെ തൈ എനിക്ക് സ്നേഹത്തോടെ കൊണ്ടുവന്ന് തന്നു. ഒരു 8-10 ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഭംഗിയായിട്ട് നടണം. അതുകൂടാതെ ഇതിനകത്ത് കുറച്ച് ചീരയുടെ വിത്തുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെണ്ട, പയർ അതെല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ വളരെ വാല്യുബിളായിട്ട് എടുത്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്ക് നടണം. ഇതവിടെ ഇരിക്കട്ടെ. അതിന് മുൻപ് നമ്മൾ കുറച്ച് ദിവസം മുൻപ് പച്ചക്കറികളെല്ലാം കൂടി വെള്ളത്തിലിട്ട് വെച്ചില്ലേ, വളത്തിന് വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് ചെടികൾക്കൊക്കെ അന്ന് ഒഴിച്ചിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒഴിക്കാത്ത ചെടികൾക്കും പിന്നെ നമ്മൾ 2 ദിവസം മുൻപ് നട്ട ചെടികളില്ലേ അതിനകത്തേക്കും പിന്നെ നമ്മുടെ മുന്തിരിക്കും ഒക്കെ കുറച്ചും കൂടി ഒഴിക്കണം. അപ്പം അതിന് ഞാനിത് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 1/2 ബക്കറ്റ്, അരയില്ല, ഒരു 1/4 ബക്കറ്റ് ലായനി ഉണ്ട്. വേണ്ട, ഞാൻ മറ്റേ പിശടൊക്കെ മാറ്റി. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം നിറയ്ക്കട്ടെ. വെള്ളം നിറച്ചിട്ട് വേണം നമുക്ക് ഒഴിക്കാനായിട്ട്. സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ വരുന്നോ? വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നന്നായിട്ട് ആയിക്കോട്ടെ വെള്ളം. പിന്നെ നമ്മുടെ ചെറിയെല്ലാം പഴുത്ത് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാനിത് കഴിയുമ്പോൾ നിങ്ങളെ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെയും ഈ സൈഡിലൊക്കെ ഇതേ നമുക്ക് 1-2 കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. നമ്മുടെ പക്ഷികൾക്കുള്ള ഫുഡ് വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കണം. അപ്പം ഇതിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ബന്ധിക്കുട്ടന്മാരൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഞാൻ അവരെടുത്ത് മുകളിൽ വെച്ചു. കാരണം താഴെ വെച്ചാലേ ഈ സ്ലഗിന് അത് ഭയങ്കര ഇഷ്ടമാണ്. ഒച്ചിന് ഈ കിളിന്ത് ഇലകൾ അവർ നുള്ളി എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഞാനെടുത്ത് മുകളിൽ വെച്ചു. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഓർക്കുന്നുണ്ടോ കുപ്പിയിൽ നട്ടത്? അത് ഒരെണ്ണം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതും അല്പം ആവശ്യതയിലാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇച്ചിരി മരുന്നൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിനെ നമുക്ക് പുനർജീവിപ്പിക്കാം. അതുപോലെ തന്നെ ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ബീലിയ. ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പൂക്കളൊക്കെ കുറച്ചും കൂടി ആവും അല്ലേ. ഇത് നമ്മുടെ ഓറഞ്ച് തരത്തിലുള്ളൊരു റോസ. അതിനകത്ത് ഒരു മുട്ട് വന്നിട്ടുണ്ട്. അതിനൊരു പൂവേ ഉണ്ടായുള്ളൂ ഇപ്രാവശ്യം. മറ്റേ റോസൊക്കെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. കുറച്ചുകൂടി വെള്ളം നിറഞ്ഞോട്ടെ. നന്നായിട്ട് ഡൈല്യൂട്ടായിട്ട് വെള്ളം ഒഴിക്കേണ്ടത്. അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ ലെറ്റ്യൂസൊക്കെ ഒരുപാട് പേര് ചോദിച്ചു അങ്ങനെ നടുന്നതെന്നൊക്കെ ചോദിച്ചു. ലെറ്റ്യൂസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും UK-ലുള്ളവർക്കൊക്കെ പെട്ടെന്ന് കിട്ടും. ഈ അസ്തയിലൊക്കെ ഉണ്ട് അതിൻ്റെ സീഡ്സ്. 75p ഉള്ളൂ. നാട്ടിൽ ലെറ്റ്യൂസ് ഉണ്ടോയെന്ന് നോക്കുക കേട്ടോ. നമ്മളന്ന് റാണി വന്നപ്പോൾ സാലഡൊക്കെ ഉണ്ടാക്കി. ഇനി കുറച്ചുകൂടി ഇരിപ്പുണ്ട് ചട്ടിയിൽ. ഓക്കെ, ഇത് മതിയാവും. അപ്പോൾ ഇതൊരു 3/4 ബക്കറ്റിൽ അകത്തായിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുത്ത് വെക്കാം കുറച്ച് ഒരു ചട്ടിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വെള്ളം അങ്ങ് മാറ്റാം കേട്ടോ. ഞാനൊരു ചട്ടി എടുത്തുകൊണ്ട് വരട്ടെ നനയ്ക്കാനായിട്ടേ. ഹോളില്ലാത്ത ചട്ടിയാണ്. അപ്പം ഇതിനകത്തേക്കൂടെ നമുക്കിതിനിങ്ങനെ എടുക്കാം. എന്നിട്ട് കുറേശ്ശെ അല്ലേ ഒഴിക്കാവൂ. അപ്പോൾ നമ്മൾ ഇതിന് ലൊബിയിലേക്ക് ഒഴിച്ചായിരുന്നോ? ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ ഒഴിക്കുന്നതിന് നല്ലത് ഒരു ചെറിയൊരു ചട്ടി ഉണ്ട്. ഇതുകൊണ്ട് ഒഴിക്കാം. കൂടി പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഇങ്ങനെ സൈഡിൽ കൂടെ ഒഴിക്കാവൂന്ന് പറയണത്. കൂടുതൽ നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നവരാണോ? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അത് നമ്മുടെ പച്ചക്കറിയുടെ എല്ലാ സത്തും ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഈ
ഇതിന് ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരി കുറച്ച് ഒഴിക്കണുള്ളൂ, എനിക്ക് പേടിയാണ് കൂടുതലൊഴിച്ചാലേ. ഇങ്ങനെ ഒഴിക്കാം. ഇതിന് കുറച്ചിരുന്നോട്ടെ. മുളകിലേക്ക് വേണം. പിന്നെ നമ്മുടെ ലാവണ്ടർ, നമ്മുടെ 10 മണിച്ചെടി. ഇനി നമ്മൾ ഇന്നലെ മിനിങ്ങാൻ നട്ടില്ലേ, അതിനൊഴിക്കാം. ഇത് ആൾക്കാരൊക്കെ ശരിക്കും നല്ല ബിസിനസ് ആക്കി എടുക്കുന്നുണ്ട്. നല്ല ലായനിയല്ലേ. നമ്മുടെ ബന്ധിക്കുട്ടന്മാരൊക്കെ നന്നായിട്ട് പോരട്ടെ. മുകളിൽ ഒഴിച്ചാലും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതൊക്കെ ശരിയായി പൊക്കോളിരിക്കും അല്ലേ. ബന്ധിക്കുട്ടന്മാരൊക്കെ നല്ല രസത്തിൽ വരട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ബന്ധിയുണ്ടോ? അറിഞ്ഞില്ലല്ലോ. നമുക്ക് ഈ ഇതിനിച്ചിരി ഒഴിക്കാം. റോസിന് ഇതോട്ടെ. ഇവിടെ കുറച്ചുണ്ട് ചേച്ചിക്ക്. ഒരു വഴുതനങ്ങ, ബിസി കേൾക്കാൻ പറ്റണ്ടോ? പിന്നെ ഇവിടെ കുറച്ച് ഡാലിയയുടെ ഇല്ലേ, അത് കുറച്ച് ഒഴിച്ചേക്കാം. മുട്ടുകളൊക്കെ വരട്ടെ ഡാലിയക്ക്. പിന്നെ നമുക്ക് ആ ഡാലിയക്ക് ഒഴിച്ചിട്ട് വരാം ചേച്ചി. ഓക്കെ, ഡാലിയക്ക് ഒഴിച്ചു. ഇനി ബാക്കിയുള്ളത് മുന്തിരിക്ക് ഒഴിക്കാം. മുന്തിരി അങ്ങേ സൈഡിലാണ്, നിങ്ങളെ കാണിച്ചിട്ടില്ല. മുന്തിരി കാണിക്കാം കേട്ടോ. മുന്തിരിയും അവിടെ വേറെ 2-3 ചെടികളുണ്ടേ, അതിനൊഴിച്ചിട്ട് ഇപ്പൊ വരാം കേട്ടോ. വെയിറ്റ് ചെയ്യണേ. അത് മുന്തിരിക്ക് അവിടെ വേറെ 2-3 പഴയ ചെടികളുണ്ടായിരുന്നേ, അതിനൊക്കെ ഒഴിച്ചു. അപ്പോൾ അത് തീർന്നു. ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പോവാന്ന്. ഈ ബക്കറ്റില് നമുക്ക് ഒരു ചെറിയ കമ്പോസ്റ്റ് ഉണ്ടാക്കിയാലോ? നമ്മുടെ വീട്ടിലെ ഉള്ള പദാർത്ഥങ്ങൾ വെച്ചിട്ട്. വലിയ പ്രൊഫഷണൽ ആയിട്ടൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. നമ്മുടെ വീട്ടില് നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ള പോഷകമായ മണ്ണ് നമുക്കിതിൽ നിന്ന് എടുക്കാം. അതിന് തന്നെ ഇതിനൊരു ചെറിയൊരു ഹോള് വേണമെന്ന് പറഞ്ഞേ. ഹോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് വരണം. പറ്റുന്നുണ്ട്. ഒരു 1-2 മതിയല്ലോ. അത് ശരിയായി. അതെ, ഹോളായി ശരിക്കും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സാധനങ്ങൾ വേണം. എൻ്റെ അറിവ് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അതിനകത്ത് തെറ്റുകളൊക്കെ ഉണ്ടാവാമായിരിക്കാം, എന്നാലും ഓക്കെ. ആദ്യം ഇതിൻ്റെ താഴെ നമുക്ക് കുറച്ച് കരിയില ഇടാം. കരിയില ഞാൻ കുറച്ച് കരിയില എടുത്ത് വെച്ചിട്ടുണ്ടേ. കരിയില അതൊക്കെ ഇട്ടു. അതിങ്ങനെ ഒരു ലെയർ കരിയിലയായി, കുഴപ്പമില്ല. ഇനി കുറച്ച് മണ്ണ് വേണം. മണ്ണ് നമ്മുടെ സ്വന്തം മണ്ണ്. ഇത് പ്ലെയിൻ മണ്ണായാലും മതി കേട്ടോ. അപ്പം എൻ്റെ ഈ മണ്ണേ ഉള്ളൂ. കുറച്ച് മണ്ണിട്ടു. അങ്ങനെ ഒരു ലെയർ ആക്കി കൊടുക്കാം. ഓക്കെ. ഇനി ഇതിനകത്ത് നമ്മുടെ പച്ചക്കറി വേസ്റ്റ്, അതിൽ എനിക്ക് മനസ്സിലായത് വെജിറ്റേറിയൻ മാത്രം ഇടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഭയങ്കര ഈച്ച ശല്യമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനെന്ത് ചെയ്തെന്നറിയോ, നമ്മൾ ആ ലൈൻ എടുത്തില്ലേ, എന്നിട്ട് ഞാൻ അതിൻ്റെ ആ പിശലുണ്ടല്ലോ അതെടുത്തു വെച്ചു. ഒന്നും കളയില്ല ചേച്ചി. എന്നിട്ട് അതെല്ലാം അങ്ങോട്ട് ഇതിനകത്തേക്ക് ഒരു ലെയർ അങ്ങിടാം. ഓക്കെ. ഇനി ഒന്നും കളയണ്ട, ഒരു വേസ്റ്റ് പോലും നമുക്ക് കളയണ്ട. അങ്ങനെ വരുമ്പോൾ
ഇതൊക്കെ നമുക്ക് ഭയങ്കര പ്രയാസമാണെന്ന് ഞാനും വിചാരിച്ചിരുന്നു കേട്ടോ. നമുക്ക് ഉണ്ടാക്കി നോക്കാന്നേ. ഞാനൊരു 2 വർഷം മുൻപ് ഞാനും ടീനയും കൂടിയും വലിയൊരു കണ്ടെയ്നർ വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഇതുപോലെ തന്നെ പച്ചക്കറി ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. അത് പക്ഷെ വലിയ കണ്ടെയ്നർ ആയതുകൊണ്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അത് പിന്നെ 1 വർഷം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളത് മണ്ണായിട്ട് എടുത്തു. പക്ഷെ ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ലോ, വലിയ കണ്ടെയ്നർ അല്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ കുറച്ച് മുട്ട ഇതൊക്കെ പൊടിക്കാൻ വെച്ചില്ലായിരുന്നോ. അപ്പം എന്തായാലും നമുക്ക് ഇപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. മുട്ടയും പിന്നെ ചായപ്പൊടി. മുട്ടയിൽ കാൽസ്യം, ചായപ്പൊടിയിൽ നൈട്രജൻ ഉണ്ട്. അപ്പം അത് മൊത്തം ഇട്ടു. അപ്പം നമ്മുടെ എല്ലാ മൂലകങ്ങളും വേണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനകത്തേക്ക് കാർബൺ വേണം. കാർബൺ. പക്ഷെ കാർബൺ നമ്മുടെ നാട്ടിലെ ന്യൂസ് പേപ്പറാണ് ഏറ്റവും നല്ലത്. ന്യൂസ് പേപ്പർ ഇല്ല ചേച്ചിയുടെ അടുത്ത്. ഞാനിപ്പോൾ ഈ പേപ്പറാണ് ഇടുന്നത് കേട്ടോ. ജസ്റ്റ് തണ്ടം മുണ്ടം കീറിടാം. ഇത് ഡീകമ്പോസ്റ്റ് ചെയ്യാനായിട്ടും പിന്നെ ചെടികൾക്കുള്ള പോഷകത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് ഈ കാർബൺ ഇടുന്നത്. ഇതെല്ലാം ഇങ്ങനെ ഡീകമ്പോസ്റ്റ് ചെയ്ത് പൊക്കോളൂ ഇതിനകത്ത്. ഇന്നും കൂടി മുറിച്ചിട്ടേക്കാം. ഓക്കെ, അതിട്ടു. ഇനി നമുക്കൊരു ലെയർ കൂടി മണ്ണിടാം. ഇപ്പോൾ കുറച്ചുണ്ടാക്കണുള്ളൂ കേട്ടോ. ഞാനൊരു ചെറിയ കണ്ടെയ്നർ എടുത്തിരിക്കുന്നത്. അതിട്ടു. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ചിടാം. കുറച്ച് പുല്ലെടുക്കട്ടെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഈ തെങ്ങിനും അതിനൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് ഇതല്ലേ ഇട്ടുകൊണ്ടിരുന്നത് അല്ലേ. ഇതെല്ലാം നമ്മൾ തെങ്ങിന് തടമെടുത്തിട്ട് അതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരുപാട് തെങ്ങുള്ളതായിരുന്നേ. ഇപ്പം തെങ്ങുകളൊക്കെ ചീത്തയായി നാട്ടിൽ. അങ്ങനെ ഒരു ലെയർ പുല്ലും കിടക്കട്ടെ. പുല്ല് വിചാരിക്കും എന്താ എന്നെ കൂട്ടാത്തേന്ന്. അതെ, പുല്ലും കരിയിലയും വേസ്റ്റും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഭയങ്കര പ്രൊഫഷണൽ ഒന്നും അല്ല കേട്ടോ. എന്നാലും എനിക്ക് 2-3 യൂട്യൂബൊക്കെ ഞാൻ കണ്ടു. എന്നാലും എൻ്റെയും കൂടി ഐഡിയ വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് കുറച്ച് തൈര് ഒഴിക്കണം. തൈര് ഇത് ഡീകമ്പോസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിനകത്ത് നല്ല ഗുഡ് ബാക്ടീരിയ ഉണ്ട്. അപ്പം ഞാൻ മിക്ക വീഡിയോയിലും കണ്ടു തൈര് ഒഴിക്കുന്നത്. ഇത് ഞാൻ ഡൈല്യൂട്ട് ചെയ്ത തൈരാണേ. എത്രയ്ക്ക് എത്രയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് തൈരെടുത്ത് ഞാൻ ഡൈല്യൂട്ട് ചെയ്തു. അപ്പം കുറച്ചങ്ങ് ഒഴിക്കാം. ഇനി ഒരു ട്രിപ്പിനും കൂടി ഉണ്ടത് എന്ന് വെച്ചാൽ ഒരു ലെയറും കൂടി നമുക്ക് ശരിയാക്കണം. ഇനി ഞാനിപ്പോൾ ഇന്ന് കുറച്ച് വെജിറ്റബിൾ ഉണ്ടായിരുന്നു ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ടേ. അപ്പം അതിനകത്ത് പഴത്തിൻ്റെ തൊണ്ടുണ്ട്. പൊട്ടാസ്യം കിട്ടിക്കോട്ടെ. ശരിക്കും നമ്മുടെ ശരീരത്തിന് വേണ്ട മിനറൽസും ധാതുക്കളും വിറ്റാമിൻസും ഒക്കെ പോലെ തന്നെ ചെടികൾക്കും ആവശ്യമുണ്ട്. എന്നാലാണ് അത് നന്നായി പൂക്കുകയും കായ്ക്കുകയും ചെയ്യുള്ളൂ. ശരിക്കും നമ്മളൊക്കെ വിചാരിക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്പം മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇച്ചിരി സമയവും വേണം. ഇതിൻ്റെ സബോളത്തുണ്ട് ഇതെല്ലാം കൂടി ഇട്ടു. ഓക്കെ, അപ്പം അതിൻ്റെ കൂടെ ഇനി ഇതേ നമ്മുടെ ആ ഫിഷ് എടുത്ത് വെച്ചില്ലേ, അത് ബാക്കി ഉണ്ടായിരുന്നു കുറച്ച്, അതുകൂടി അങ്ങിടാം. അപ്പം അതെല്ലാം ഇട്ടു. ഇനി കളയാൻ. അപ്പം അതൊരു ലെയറായി. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മണ്ണിട്ടിട്ട് പൊത്തി വെച്ചാൽ മതി ഇനി. എന്നിട്ട് എൻ്റെ അറിവ് വെച്ച് ഇതൊരു 3-4 ദിവസം കഴിയുമ്പം ഒരു കോല് കൊണ്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു നമുക്ക് തന്നെ അറിയാലോ എന്തോരം ഇത് ഡീകമ്പോസ്റ്റ് ആവുന്നുണ്ടെന്ന്. ഒരു 20 days 25 days ഒരു 1 month ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഒരുമാതിരി ഡീകമ്പോസ്റ്റ് ആവുകയാണെങ്കിൽ കുറേശ്ശെ എടുത്ത് നമുക്ക് ചെടികളുടെ തൊട്ടടുത്തല്ലാണ്ട് കുറച്ച് ദൂരെ മാറ്റിയിട്ട് ഒരു ചെറിയ അങ്ങനെ ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അവിടേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും മണ്ണാവുകയാണെങ്കിൽ കുറേശ്ശെ എടുത്തിട്ട് അതനുസരിച്ച് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് അങ്ങ് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇതിനകത്ത് കുറച്ച് മണ്ണിടുന്നതിന് മുൻപ് ബാക്കിയുള്ള തൈരും കൂടി ഞാൻ ഒഴിക്കുവാണേ. അതിൻ്റെ പരിപാടി കഴിഞ്ഞു. തൈര് എല്ലാം തീർന്നു, എല്ലാം ഒഴിച്ചു. ഇനി മണ്ണിടുക.
നന്നായിട്ട് മണ്ണിട്ട് അങ്ങ് പൊത്തി വയ്ക്കാം. മണ്ണിടുമ്പോൾ ഒരുപാട് ഈച്ചയൊന്നും വരില്ല എന്നാണ് പറയണത്. ഈച്ച വരുമില്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാം. എന്തായാലും ഇത് മൂടി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പച്ചക്കറികളൊന്നും കാണാൻ വയ്യാത്ത വിധത്തിൽ ഞാനിത് മൂടി വെച്ചു. ഇതുപോലെയായി, വേണ്ട ഇങ്ങനെയായി. ഇനി നമുക്ക് ഒരു സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇത് മൂടി വെക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു 2-3 ദിവസം കഴിയുമ്പം ഒരു കോലും കൊണ്ട് ഇത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ പച്ചക്കറി വേസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ആഡ് ചെയ്യാനും പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. ഇത് വളരെ ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് അല്ലെങ്കിൽ ചിലരൊക്കെ വേറെ ബക്കറ്റൊക്കെ വെച്ച് അതിലൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര പാടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എനിക്ക് തോന്നിയത്. നമുക്ക് നോക്കാം എങ്ങനെ വിജയിക്കുമെന്ന്. അപ്പം ഞാനിത് അവിടെ ആ സൈഡിൽ കൊണ്ടുപോയിട്ട് ഒരു പലകയുണ്ട് അവിടെ, അത് വെച്ച് മൂടിയിട്ട് നോക്കട്ടെ മൊത്തം കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അത് മൊത്തം കവറായില്ല. അപ്പം ഞാൻ എന്തെങ്കിലും കൂടി അതിൻ്റെ കൂടെ ഒന്ന് വെക്കട്ടെ കേട്ടോ. അത് മൊത്തം കവർ ചെയ്യത്തക്ക രീതിയിലേ എന്നിട്ട് ബേസ് ബോർഡിൻ്റെ ഒരു കഷ്ണം എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഒരു ബേസ് ബോർഡിൻ്റെ പീസ് കിട്ടി. അത് വെച്ചിട്ട് ആ പലക ഒന്ന് വെക്കാം. അപ്പം അത് മൂടിയിരുന്നോളും. അപ്പൊ നമ്മുടെ കമ്പോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ ഒന്നേ ഈ നമ്മുടെ ചെറി ഉണ്ടായി കിടക്കുന്നതൊന്നും കൂടി സൂം ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ശരിക്കും നന്നായിട്ട് പഴുത്താൽ മാത്രമേ ഉള്ളൂ ശരിക്കും മധുരം. അല്ലെങ്കിൽ ഒരു സൈസ് നല്ല പുളിപ്പാണേ. ഞാൻ പറിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. ഇന്ന് നമുക്ക് 1-2 പറിച്ച് നമുക്ക് കഴിക്കാം. മുകളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറേ റോസപ്പൂക്കളും അപ്പുറത്തുകാരുടെ റോസപ്പൂക്കളും നമ്മുടെ ചെറിയും കൂടി സംസാരിച്ച് അവർ സ്നേഹത്തിലാണെന്ന് തോന്നുന്നു. അതെ, റോസപ്പൂക്കൾ ഇവിടെ എൻ്റെ ഉള്ളിൽ കിടക്കണ്ടോ. പിന്നെ ചെറിയ ഇതേ ഇവിടെ താഴത്തെ കൊമ്പിലും ഇതേ നിറയെ ഉണ്ടായി കിടപ്പുണ്ട്. അതൊക്കെ നിലത്ത് മുട്ടാറായി കിടക്കുന്നു. ഞാനൊന്ന് നിങ്ങളൊന്ന് സൂം ചെയ്ത് കാണിച്ചതാട്ടോ. ഓക്കേ, അപ്പം അങ്ങനെ ഡീകമ്പോസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചു. അവിടെ സ്വസ്ഥമായിട്ടിരിക്കട്ടെ എല്ലാവരും. വെള്ളം നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് തളിക്കാം. മറ്റേനകത്ത് ഈർപ്പം ഉണ്ടാവുമല്ലോ ഓൾറെഡി. പച്ചക്കറികളൊക്കെ അന്ന് നട്ടത് അല്ല അങ്ങനെയുണ്ട്, വരുമെന്ന് വിചാരിക്കാം. ഇന്ന് നമുക്ക് നമ്മുടെ റാണിമോളുടെ ഡാഡി തന്ന തക്കാളിയും മറ്റേ വിത്തുകളൊക്കെ നമുക്ക് പാവാട്ടോ. ഇപ്പം നമുക്കെന്നാൽ തുടങ്ങിയാലോ. അല്പം വെള്ളം കുടിക്കാം അല്ലേ. നമ്മൾ നേരത്തെ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആദ്യത്തെ ദിവസം സ്കൂളിൽ പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ. 2 ദിവസം മുൻപേ നമ്മുടെ മനസ്സിൽ പുതിയ ടീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്തകൾ, പുതിയ കൂട്ടുകാർ, പുതിയ ക്ലാസ്, പുതിയ ബെഞ്ച്, പുതിയ ഡെസ്ക് അല്ലേ. നമ്മുടെ അടുത്ത് ആരാണോ ഇരിക്കുന്നത് ഒക്കെ ഉള്ളതായതുകൊണ്ട് ഞാനൊക്കെ എപ്പോഴും ബാക്കിലായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു ചിന്തകളോടൊക്കെ കൂടി ഒരു പുത്തൻ ഉണർവൊക്കെ ആയിട്ട് ആദ്യത്തെ ദിവസം എനിക്ക് തോന്നുന്നില്ല നമ്മൾ യൂണിഫോം ആണെന്ന്. നമ്മൾ ആ സ്കൂൾ വെക്കേഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ ജോഡി ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിട്ടിട്ടായിരിക്കും നമ്മൾ ഏറ്റവും ആദ്യം പോകുന്നതും. നമ്മൾ അസംബ്ലിക്ക് നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും നോക്കുന്നതും ടീച്ചേഴ്സിൻ്റെ സാരിയും കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു സുഖം കിട്ടുന്ന ഒരു ഓർമ്മകളാണല്ലേ. അത് ഞാൻ ക്ലാസ്സിൽ വന്നു കഴിയുമ്പം ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഒന്ന് തിരഞ്ഞെടുക്കുമെന്ന് തോന്നുന്നു അല്ലേ. മോണിറ്ററിനെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരിക്കുമല്ലോ മോണിറ്റർ. പിന്നെ അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഈ മോണിറ്റർ എത്ര വടികളൊക്കെ കൊണ്ടുവരും. പേരവടി, പുളിവടി, ചൂരൽ, ഇതൊക്കെയല്ലേ നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ ക്ലാസ് ടീച്ചർ ആരാണാവോ, നമ്മുടെ പേരുകൾ വായിക്കുന്നത് കേൾക്കാനൊരു സുഖം. അപ്പം നമ്മൾ പ്രസൻറ്റ് ടീച്ചർ എന്ന് പറയുന്നതും പിന്നെ അതിനിടയ്ക്ക് നമുക്ക് നമുക്ക് ബ്രേക്ക് കിട്ടുമ്പം നമ്മൾ ഓടിച്ചെല്ലും നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണാനും. ചിലപ്പോൾ നമ്മുടെ 7ാം ക്ലാസ്സിലുള്ള കൂട്ടുകാരായിരിക്കില്ല 8ാം ക്ലാസ്സിൽ, ചിലപ്പോൾ അവർ ക്ലാസ് മാറി കാണും.
അപ്പം നമ്മൾ അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും, നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു, ക്ലാസ് ടീച്ചർ ആരായിരുന്നു, മലയാളം ആരെടുക്കുന്നത്, ഇംഗ്ലീഷ് ആരെടുക്കുന്നത്, അങ്ങനെ എന്തൊക്കെയാണല്ലേ. എത്രയോ പറഞ്ഞാലും തീരാത്ത സുഖമുള്ള ഓർമ്മകളാണ് നമ്മുടെ സ്കൂളിലെ. ഏറ്റവും നല്ലൊരു കാലഘട്ടം എന്ന് പറയുന്നത് സ്കൂളായിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ടുള്ള ഈവൻ പ്രീ ഡിഗ്രി ആണെങ്കിലും, ഈവൻ നമ്മൾ BSc BCom ഒക്കെ പഠിച്ചവരാണെങ്കിലും, നേഴ്സിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിരുദം പഠിച്ചവരാണെങ്കിലും, അതൊന്നും നമ്മുടെ നാട്ടിലെ പിള്ളേരല്ലല്ലോ, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവരല്ലേ. ഇത് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് എല്ലാവർക്കും, സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരാണ് സ്കൂള്. അതുപോലെ ടീച്ചേഴ്സും നമ്മുടെ സ്കൂളിലെ, നമ്മുടെ നാട്ടിലെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവും. ഇപ്പോഴും നമ്മൾ ആ ഒരു സ്കൂൾ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓർമ്മകളല്ലേ വരുന്നത്. നമ്മൾ മുറ്റത്ത് പോയി കളിക്കുന്നതും, ഡ്രില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും, അന്ന് ഡ്രില്ലും പിന്നെ മറ്റേ മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് മാത്സ് ആയിരുന്നു ഏറ്റവും പേടി. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ഉണ്ട്. ഞങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്ന ഗ്രൂപ്പായിരുന്നേ. 1 മണിക്കാണെന്ന് തോന്നുന്നു. 1 മണിക്ക് നമ്മൾ ഉണ്ണാൻ പോയി, 2 മണിയാകുമ്പോഴത്തേക്കും കയറണം. വീട്ടിൽ പോയി ഊണൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് കറക്റ്റ് സമയമായിരിക്കും. ചിലപ്പം ഐസ് ഫ്രൂട്ട് എങ്ങാനും ആ ചേട്ടനെങ്ങാനും അവിടെ ഉണ്ടെങ്കിൽ, പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കൂട്ടുകാരൊക്കെ കൂടി പോയി ഐസ് ഫ്രൂട്ടൊക്കെ വാങ്ങിച്ച് അത് കഴിക്കുന്നതും. പിന്നെ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ തന്നെ പള്ളിയുണ്ട്. അപ്പം നമ്മൾ ജാതി മത ഭേദമന്യേ ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോയി ഒരു 5-10 മിനിറ്റ് ശാന്തമായി ഇരിക്കുന്നത് ഒരു നിത്യേന കാഴ്ചയായിരുന്നേ. എല്ലാവരും പോകും, എല്ലാ ജാതി കുട്ടികളും ഞങ്ങൾ അവിടെ പോയിട്ടിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് പ്രത്യേകിച്ച് പരീക്ഷകളുള്ള ദിവസങ്ങളാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നേരം അവിടെ ഇരിക്കും. ഒരു ശാന്തമാണല്ലേ നമുക്ക്. പള്ളി, അമ്പലം, മോസ്ക് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ശാന്തത കിട്ടാനുള്ള ഒരു സ്ഥലമാണ്. അവിടെ പോയി നമ്മളൊന്ന് അല്പം മൗനമായിട്ടൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കുളിർമ, ഒരു ശാന്തത, ഒരു സമാധാനം, ഒരു സന്തോഷം അല്ലേ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അത്രയും കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കേട്ടോ. നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ കാണും. നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇടുക. ചിലർക്ക് ഇങ്ങനെ എഴുതാനായിട്ട് മടിയുള്ളവരുണ്ട്, ചിലർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നവരുണ്ട്. അപ്പോൾ എഴുതിയാൽ വായിക്കാൻ, എല്ലാ കമൻറ്റും ഞാൻ വായിക്കാറുണ്ട് കേട്ടോ, സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ നനുത്ത സ്കൂളിലെ ഓർമ്മകളൊക്കെ ആയിട്ട് നമുക്ക് തക്കാളി നടാൻ പോയാലോ? വരൂ. ഗ്ലൗസ് ഒക്കെ എടുത്ത്, എനിക്ക് ഗ്ലൗസ് ഇട്ടില്ലെങ്കിലേ ഈ മണ്ണ് കൈയുടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ പോകുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകാനുള്ളതല്ലേ, അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഗ്ലൗസ് ഇട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ഗാർഡനിലെ കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ നേരത്തെ പോലത്തെ തന്നെ ചട്ടികളൊക്കെ കണ്ടുപിടിക്കണം. ചട്ടിയും പാത്രമൊക്കെ കണ്ടുപിടിച്ചാലാണ് നമുക്കിതൊക്കെ നടാൻ പറ്റുള്ളൂ. ഞാനപ്പോൾ വിചാരിച്ചിരുന്ന എനിക്കൊരു വേറൊരു കണ്ടെയ്നർ ഉണ്ടേ, നോക്കട്ടെ. ഈ കണ്ടെയ്നറിൽ നമുക്ക് വിത്തുകൾ, ഈ വെണ്ടയുടെ ഒക്കെ വിത്തുണ്ടെന്നാ ഡാഡി പറഞ്ഞത്. അതിനകത്ത് നമുക്ക് ഇത് നട്ടു വെക്കാം. എന്നിട്ട് മുളച്ച് കഴിയുമ്പോൾ നമുക്ക് വേറെ ഇതിലേക്ക് മാറ്റാം. ഓക്കെ അല്ലേ? കുറച്ച് മണ്ണ് ഇതിനകത്തേക്ക് നിറയ്ക്കട്ടെ. നമ്മുടെ ഈ വെന്തിക്കുട്ടനെ ഒന്നെടുത്ത് മാറ്റി വെക്കട്ടെ ഇപ്പം. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് മണ്ണുണ്ട് ഓൾറെഡി, അതുകൊണ്ട് എടുക്കാം. നമ്മുടെ കമ്പോസ്റ്റ് മണ്ണാണിതേ. നമ്മുടെ വിത്തുകൾ നോക്കട്ടെ. വിത്തുകൾ ഒരു ഫോയിൽ പേപ്പറാണ് വെച്ചിരുന്നത്. ഞാൻ എവിടെ എടുത്ത് വെച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ചേച്ചി എവിടെ എടുത്ത് വെച്ചത്? ഇവിടെ എടുത്ത് വെച്ചോ? അതെ. ഇതിൽ ചീരവിത്തുണ്ട്. ചീരവിത്ത് നമുക്ക് വേറെ സ്ഥലത്ത് നടാം. ഇത് നോക്കട്ടെ എന്തൊക്കെയാണേ. ഇതെനിക്ക് കണ്ടിട്ട് എനിക്കിത് വെണ്ടയുടെ വിത്താന്ന് തോന്നുന്നു. വെണ്ടയുണ്ട്, പയറുണ്ട്. അപ്പം നമുക്ക് പയറുണ്ട്, വെണ്ടയുണ്ട്. നമുക്ക് പയർ ഇവിടെ നടാം, ഓരോന്നോരോന്നായിട്ട്. ഒരു പയർ അവിടെ. ഡാഡി ഇതൊക്കെ ഇവിടെ നടണ്ടിട്ടോ. ഒരു പയർ ഇവിടെ. വെണ്ട നമുക്ക് വേറെ സ്ഥലത്ത് നട്ടാലോ? അല്ലെങ്കിൽ വെണ്ട ഇവിടെ തന്നെ നട്ടോട്ടെ അല്ലേ? നമുക്ക് വരുന്നതനുസരിച്ച് നമുക്ക് മാറ്റി നടാലോ. മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നടാം. നമുക്ക് മുളച്ച് വരുമ്പോൾ നമുക്ക് മാറ്റി നടാം അല്ലേ. 2-3 ഇതും പോയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. വെണ്ടയല്ല, ചീര, അത് മിക്സ് ചെയ്ത് കിടക്കുക. ഒരു കാര്യം ചെയ്ത് നമുക്കങ്ങ് മണ്ണിട്ട് മൂടിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതങ്ങ് എടുത്ത് വയ്ക്കാം. നന്നായിട്ട് വരണേ, മുളച്ച് വരണം കേട്ടോ. ഡാഡിയുടെ സ്നേഹവും റാണിയുടെ സ്നേഹവും എൻ്റെ സ്നേഹവും എൻ്റെ കൂട്ടുകാരുടെ സ്നേഹവും എല്ലാം ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ചീരവിത്തുകൾ നമ്മൾ നട്ടിട്ടുണ്ട്. അത് പതുക്കെ മുളച്ച് വരുന്നുണ്ട്. ആ ചട്ടി കാണിക്കാൻ എനിക്ക് ധൃതിയായി. ഒരാഴ്ചയും കഴിയണം കാണിക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ സേഫായിട്ടൊരു സ്ഥലത്തിരിക്കട്ടെ കേട്ടോ. നമുക്ക് വെള്ളം തളിച്ചു കൊടുക്കണം. ഇനി ഇത് ചീരവിത്താണ്. ചീരവിത്ത് പാവാനായിട്ട് ഞാനൊരു
നോക്കട്ടെ. ഇതൊരു കണ്ടെയ്നറാണേ. ഞാനപ്പം കുറേ വീഡിയോയിലൊക്കെ കണ്ടിരുന്നു. ഇതിനകത്ത് കുറച്ച് ചപ്പും ചവറും ഒക്കെ താഴെ ഇട്ടിട്ട് കരിയിലൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് മണ്ണിട്ടിട്ട് നമുക്ക് ചെടികൾ നടാന്ന്. ഇതിൻ്റെ അടിയിൽ വെള്ളം പോകാനുള്ള സ്ഥലമുണ്ട്. ഇത് പൊട്ടിയ ചട്ടിയാണ്. ഞാനിത് കുറച്ചും കൂടി നമ്മുടെ ചപ്പ് ചവറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മുകളിൽ നമുക്ക് മണ്ണിടാം. നോക്കട്ടെ കിട്ടുവാണേ. നമ്മൾ കളയാൻ വെച്ചിരുന്ന കുറച്ച് ഇതുണ്ട്, അത് എല്ലാം ഇപ്പോൾ ഒരുമാതിരി ഇങ്ങനെ ആയി തുടങ്ങി. ഇതെല്ലാം കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് മുകളിൽ ഒരു ലെയർ മണ്ണിടാം. എന്നിട്ട് നമുക്ക് കരിയിലൊക്കെ കളയാൻ വെച്ചിരുന്നത് ഇപ്പോൾ ഡീകമ്പോസ്റ്റ് പോലെയായി. ഇനി അത് കളയണ്ടാന്ന് തോന്നുന്നു. ഇതുപോലെയായത്. അതെടുത്തോണ്ടെന്നൊരു 3/4 ബക്കറ്റ് ആക്കട്ടെ കേട്ടോ. നിങ്ങളങ്ങനെ ആരെങ്കിലും നടാറുണ്ടോ? അവിടെ പക്ഷേ ഈ തേനീച്ചയുടെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് മണ്ണ് തന്നെ നടാം. മണ്ണ് തന്നെ ഇടാം. തേനീച്ച എങ്ങാനും കുത്തിയാൽ പിന്നെ പാടാം. മണ്ണിട്ടു. ഇത് നമുക്ക് എടുത്ത് വയ്ക്കാം. എന്തിനെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കുറച്ചുകൂടി മണ്ണിടണം. എന്നിട്ട് അതിനകത്ത് നമുക്ക് ഈ ചീരക്കുട്ടന്മാരെ അങ്ങോട്ട് വെതറാം. ഈ മണ്ണ് ഞാൻ ഇതിനകത്തേക്ക് മാറ്റട്ടെ. അപ്പം നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടേ. ഇത് നമുക്ക് കൊത്തി ഇളക്കാനുള്ള സാധനമാണ്. എല്ലാം ഉണ്ട്. അയ്യോ, ചീരക്കുട്ടൻ താഴെ പോയോ? ചീരക്കുട്ടനെ ഒന്ന് പതുക്കെ താഴെ വീണ്. ഒന്നും വറക്കിയിട്ടേ കേട്ടോ. ഈ വെണ്ടയുടെ വിത്ത് കാണാൻ നല്ല രസം. ഡാഡി ഇത് വാങ്ങിച്ചതാണോ ഡാഡി? ഇത് ഞാനതൊരു ഗ്ലാസ്സിലിട്ട് വെക്കട്ടെ. ചിലപ്പോഴേ താഴെ പോവും. ഗ്ലാസ്സിലിട്ട് സേഫായിട്ട് വെച്ചു കേട്ടോ. ഇനി പോവില്ല. കുറച്ചുകൂടി മണ്ണ് വേണം. മണ്ണ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ചങ്ങ് നമ്മുടെ നാട്ടിലൊക്കെ എന്തോരം മണ്ണാല്ലേ അങ്ങനെ എടുക്കാൻ പറ്റും. ഇവിടെ അങ്ങനെ എടുക്കാൻ പറ്റുന്ന മണ്ണില്ല. ഇതിനകത്തൊക്കെ ചകിരിയൊക്കെ ഉണ്ട് തോന്നേ. ചകിരിച്ചോറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. വലിയ കണ്ടെയ്നർ ആയതുകൊണ്ട് നിറയണമെങ്കിൽ കുറച്ചും കൂടി ഇത് വേണം. ഓക്കെ, ഒരു ലെയറിൽ ഇട്ടിട്ടൊക്കെ നട്ടാലോ. ചീര നല്ല ഭംഗിയായിട്ട് വരട്ടെ. നമുക്ക് ഇച്ചിരി കോഴിവളം കൂടി അതിന് കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം തഴച്ച് വളരട്ടെ. തക്കാളിയൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ. മതിയോ? ചുരുണി വേണോ? ഒരായിക വേണ്ട ഒന്നിനും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇതിങ്ങനെ അങ്ങ് പാകുവാണ് കേട്ടോ. ആ, 2 വെണ്ടത്തൈയും വെണ്ടയുടെ വിത്ത് ഇതിനകത്തുണ്ട്. ഓക്കെ, ഐശ്വര്യമായിട്ട് വരണേ. നമുക്ക് കുറച്ച് മണ്ണിട്ട് മൂടാം. നന്നായിട്ട് എല്ലാ വിത്തുകളും മുളച്ച് കൂട്ടുകാരെ കാണിക്കാനും ഡാഡിക്ക് സന്തോഷമാവാനും സാധിക്കട്ടെ. ഓക്കെ, നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിത് വെള്ളം തളിക്കണം. ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തക്കാളിത്തൈ നടണം. ഇതുണ്ടോ? തക്കാളിത്തൈ നടണം. നമുക്ക് ഒരെണ്ണം മറ്റേ നമ്മുടെ കുപ്പിയുടെ മോഡൽ നട്ടാലോ. ഒരു കുപ്പി എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇതിങ്ങനെ മണ്ണ് എടുത്ത് കേട്ടോ. ഇത് നമുക്ക് കളയാണ്ട് എടുത്ത് വെക്കാം.
ഞാനപ്പോൾ കുപ്പിയിൽ ഒരെണ്ണാക്കാം കേട്ടോ. നമുക്ക് ഓർക്കുണ്ടോ നമ്മൾ ഇന്നാൾ ചെയ്തത്? പിന്നൊരു ഇത് വേണം കെട്ടാനായിട്ടേ, ഒരു നൂൽക്കമ്പി വേണം. കെട്ടിയില്ലെങ്കിൽ അതിരിക്കത്തില്ല. നോക്കട്ടെ, നൂൽക്കമ്പി അവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഇപ്പോൾ എടുത്തിട്ട് വരണം നൂൽക്കമ്പി. ആദ്യം നമുക്ക് നിറയ്ക്കാം. അപ്പോൾ പോരട്ടെ പോരട്ടെ പോരട്ടെ, തക്കാളി തൈകൾ പോരട്ടെ. ഇത് ചെറിയ തൈകളാണ്, അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ ഇതിൽ കൂടെ നമുക്ക് ഇടാൻ പറ്റും. വേണ്ടോ? ഇതിൽ കൂടെ ഇട്ടു. നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണം മണ്ണ് നിറയ്ക്കാനായിട്ട്. നമ്മൾ സൈഡിൽ കൂടെ ഒന്നും വേറെ വെക്കുന്നില്ല കേട്ടോ, ഈ ഒരു തൈ മാത്രമേ വെക്കുന്നുള്ളൂ. നമുക്ക് കുറച്ച് ഇതിട്ട് കൊടുക്കാം, നമ്മുടെ കോഴിവളം. അത്ര മതിയാവും. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇനി ഞാനൊരു കമ്പി എടുത്തുകൊണ്ട് വരട്ടെ. ഇത് നമുക്ക് തുളച്ചിട്ട് കെട്ടണ്ടേ. അപ്പോൾ അതുവരെ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ, സേഫായിട്ടിരിക്കട്ടെ. ഹാപ്പിയാണോ നിങ്ങൾ? ഒരു ഇതേ കമ്പി പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടേ. നോക്കട്ടെ അത് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ അവിടെ ഒരു തുളച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെ നമ്മൾ ഇതെടുക്കുക. എന്നിട്ട് നമ്മളതൊന്നും എപ്പോഴും ചെയ്യണതല്ലല്ലോ, എന്നിട്ടൊരു സമയം എടുക്കും ഇതൊക്കെ ഒന്ന് ശരിയായി വരാനായിട്ട്. അത് തുള ശരിയായില്ല എന്നാണ്. ഞാൻ കത്തി കൊണ്ടൊന്നും കൂടി ശരിയാക്കട്ടെ. ഓക്കെ, അപ്പം ചിലപ്പോൾ വരുമായിരിക്കും. ഓക്കെ, ഇങ്ങനെ ആക്കി വെച്ചു. ഇനി ഇതൊന്ന് കെട്ടണം. ഒന്ന് കെട്ടിയിട്ട് വേണം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് തൂക്കാനായിട്ട്. വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ പറയണേ. ഞാൻ ഇങ്ങനെ കുപ്പിയിൽ കിടക്കണ കുറേ യൂട്യൂബുകൾ കണ്ടായിരുന്നേ. നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആവുമായിരിക്കും. കെട്ടി അപ്പോൾ നമ്മുടെ തക്കാളി തൈ എവിടെയുണ്ട്, കെട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് തൂക്കണം. തൂക്കാനായിട്ട് നോക്കട്ടെ എവിടെയാണ് പറ്റുന്നതെന്നേ. തൂക്കാനൊരു സ്ഥലം വേണമല്ലോ. നമ്മുടെ ഇങ്ങനത്തെ ഒരു കുളത്തുണ്ടായിട്ടുണ്ടെങ്കിൽ തൂക്കാൻ പറ്റും അല്ലേ? ഞാൻ നോക്കട്ടെ, ഒരു കുളത്തുണ്ടോ നോക്കട്ടെ. രണ്ടു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ കിട്ടും എന്തൊക്കെയാണ്. ഓക്കെ, ഒരു കൊളുത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒരു കൊളുത്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ ആണെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക് എങ്ങനെയാണേ. നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണമല്ലോ. നിങ്ങൾ കണ്ടോ തൂക്കിയിട്ടത്? ഇതുപോലെ ഇവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് നോർമൽ ചട്ടികളിൽ തന്നെ നടാം. ഒരു ചട്ടി എടുത്തുകൊണ്ട് വരട്ടെ. ഒരെണ്ണം നമുക്ക് ഇതിനകത്ത് തന്നെ നട്ടാലോ. മണ്ണ് നിറയ്ക്കുന്നു. തക്കാളിയൊക്കെ എല്ലാ വീടുകളിലും കാണുമായിരിക്കും അല്ലേ? കുറച്ച് നമ്മുടെ കോഴിച്ചേട്ടന്മാരും പോട്ടെ. നമുക്ക് നമ്മുടെ ഇത് രണ്ട് തൈ ഒരുമിച്ചാണ്, അത് രണ്ടും കൂടെ ഒരുമിച്ചെടുത്താലോ. അത് ഒരുമിച്ച് ഇങ്ങോട്ട് മണ്ണോടെ എടുക്കാം. നമുക്ക് ഇങ്ങനെ നടാം. ഇച്ചിരി മണ്ണും കൂടി വേണം, മണ്ണ് കുറവാ. മണ്ണ് സൈഡിൽ, മണ്ണ് ഈ സൈഡിൽ. നട്ടിട്ടുണ്ട് കേട്ടോ. അതെ, ഇതുപോലെ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതൊക്കെ നമുക്കൊന്ന് നനയ്ക്കണതല്ല. ഇനി നമുക്കൊരു 2-3 ചട്ടിയിൽ കൂടി ഇട്ടേ. എടുത്താലൊരു ചട്ടി. ഒന്ന് ഇളക്കി കൊടുക്കണം. പഴയ ചട്ടി അത്. ഇച്ചിരി മണ്ണിട്ടേ. ഇച്ചിരി മണ്ണും ഇച്ചിരി കോഴിവെള്ളം. ഒരു കുഴി ഉണ്ടാക്കാം.
കാളിക്കുട്ടന്മാരെ അങ്ങോട്ട് നടുക. 2 എണ്ണം ഒരുമിച്ച് വന്നിട്ടുണ്ട്. ചേച്ചി അനീത്തി ആയിരിക്കുവേ. ഓക്കെ, ഇനി ഇത്തിരി മണ്ണിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അതടുത്ത ചട്ടി ഇനിയും വേണം. ഒരെണ്ണം ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ അല്ലേ, ഈ ചട്ടി തന്നെ. നമുക്കൊരു ഇനി 2-3 കൂടി വേണം എന്തായാലും. ഞാൻ തപ്പിയെടുത്തിട്ട് വരട്ടെ കേട്ടോ. ചട്ടികൾ തപ്പട്ടെ. നമുക്കിതെടുക്കാം. കുറച്ച് മണ്ണ് നിറയ്ക്കട്ടെ. മണ്ണിൻ്റെ കൂടെ കുറച്ച് ഇവിടെ കോഴിക്കുട്ടന്മാരും നമുക്ക് നമ്മുടെ ഇങ്ങനെ എടുക്കാം. ഒരുമിച്ച് വറ്റത് ഇത് 3 എണ്ണം ഉണ്ട് ഒരുമിച്ച്. അതങ്ങനെ വരുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി മണ്ണ് നടാം. മണ്ണ് നട്ടു. റെഡിയായി. ഇനിയുണ്ട്, ഇനിയും വേണമല്ലോ. ചട്ടിക്കുട്ടന്മാരെവിടെയാ? ചട്ടിക്കുട്ടന്മാര് നോക്കട്ടെ. നമുക്ക് ഇതിനകത്ത് ഇടാം. നല്ല കളറല്ല ഇത്. നമുക്ക് ഇതിനകത്തൊക്കെ നമുക്ക് കമ്പോസ്റ്റ് ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചിടാം. നമ്മുടെ സ്വന്തം കമ്പോസ്റ്റ്. നമ്മളിവിടേക്ക് പോരട്ടെ. ഒരു 1 അടിയിൽ 2 എണ്ണം കൂടി ഉണ്ട്. ചെറുതാ. അപ്പോൾ അത് 3 എണ്ണം കൂടി ഒരു സൈഡിൽ പോട്ടെ അല്ലേ. ഓക്കെ, നട്ടു. സ്നേഹമൊക്കെ തരുന്നുണ്ട് കേട്ടോ. വളർന്നു വരണേ. ഡാഡി തന്നതാണേ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മണ്ണിടാം. മണ്ണിടുമ്പോൾ ചെറുത് ഇച്ചിരി താഴോട്ട് പോയിന്നുള്ളൂ. അത് വളർന്നു വന്നോളൂ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഒരു ചട്ടിയിൽ നമുക്ക് കൂടി മാറ്റാം. ബാക്കിയുള്ളത് ഇതിനകത്ത് തന്നെ നിൽക്കട്ടെ. 3 എണ്ണം ഉണ്ട് ഇവിടെ. എടുത്തുകൊണ്ട് വരട്ടെ ചട്ടികളെ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ കുട്ടികളെ? കുട്ടികൾക്ക് ബോറടിക്കുന്നുണ്ടോ? കുട്ടികൾക്ക് ബോറടിക്കുന്നുണ്ടോ? ചെറിയ ചട്ടിയാണ്. അങ്ങനെ നമുക്ക് ഓരോന്ന് നട്ടു നോക്കാം. നമ്മളിന്നൊരു 10-12 ഉണ്ടെന്നോളൂ അല്ലേ. ഇത് ഡാഡി തന്നെ ഇവിടുത്തെ വിത്തെടുത്ത് പാവിത. ഞാനും കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പൊ നോക്കാം, വളർത്തി നോക്കാം. ഓക്കെ, ഒരുമിച്ച് ഇടാം. വളർന്നു വരാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാം. ഇച്ചിരി വളം ഇട്ട് കൊടുക്കാം. കോഴിവളവും ഓക്കെ. ഇതിനകത്ത് ഇതും കൂടി കൂടെ പറിച്ചു നട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് അവിടെ നിന്നോട്ടെ. ഇതുകൂടിയേ പറിക്കണുള്ളേ. ബാക്കിയുള്ളത് അവിടെ തന്നെ നിൽക്കട്ടെ. കോഴിച്ചേട്ടന്മാരെ ഇടാൻ കുറച്ച്. കുറച്ച് മണ്ണും കൂടി ഇടണം. ഓക്കെ, ഹാപ്പി. അപ്പൊ കുറെ ഉണ്ട് നമുക്ക്. ഇത് മറ്റേ ഈ സ്ലഗ് കഴിക്കാണ്ട് നോക്കണം, അതാണ് മെയിൻ. ഇതിവിടെ തന്നെ നിൽക്കട്ടെ. നമുക്ക് നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് കുറച്ചുകൂടി മണ്ണൊക്കെ ഇട്ട് ഉറപ്പിച്ചു കൊടുക്കാം. ഞാൻ 2-3 എണ്ണത്തിനെടുത്തേ അവിടേക്ക് മാറ്റി വെക്കുക, അല്ലെങ്കിൽ സ്ലഗ് പെട്ടെന്ന് കഴിച്ചുകൊണ്ട് പോകും. പിന്നെ നമ്മൾ
എടുത്തു വെച്ചില്ലേ നമ്മുടെ കമ്പോസ്റ്റ്, അതിന്റെ മുകളിലും വെക്കാം. അല്ലെങ്കിൽ അത് കഴിച്ചോണ്ട് പോയാൽ പിന്നെ നമുക്കൊരു വിഷമാണ്. അത് മൂന്ന് അവിടെ ഇരിക്കട്ടെ. ഇനി ഇത് നമുക്ക് ഇവിടേക്ക് മാറ്റി വയ്ക്കാം. ഇതിനകത്തേക്ക് ഇരുന്നോട്ടെ, സ്ലഗ് എടുത്ത് കഴിക്കില്ലല്ലോ. അല്ല, നമ്മുടെ ബന്ധികൾ അവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അത് എന്നിട്ട് ഇതിനെ നമുക്ക് വേറെ എവിടേക്കും വയ്ക്കാം. ഇതിനെ അപ്പം നമുക്ക് ഈ റോസിൻ്റെ കൂടെ അങ്ങ് വയ്ക്കാം. വലുതായി വന്നിട്ട് നമുക്ക് മാറ്റാം. എന്തൊക്കെയാണ് ചേച്ചി ചെയ്യണം അല്ലേ? നമ്മൾ ഈ വളമൊക്കെ ഒന്നെടുത്തേ മൂടി വെക്കട്ടെ കേട്ടോ. ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ മൂടി വെച്ചു. ഇതൊക്കെ ഒന്ന് ഒതുക്കണം. ഒതുക്കി കുറച്ച് സാധനങ്ങൾ ഒതുക്കി പറക്കി വെച്ചാൽ മതി കേട്ടോ. നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്താലോ, എന്നിട്ടൊന്ന് വെള്ളം നനച്ചിട്ട് വേണം പോകാനായിട്ട്. ഈ വെള്ളം കുടിക്കട്ടെ അയച്ചിട്ടോ. ഇന്നത്തെ പണി കഴിഞ്ഞു. ഇനി ഒന്ന് നടക്കാൻ പോകണം. ഇനി ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം വെക്കണം. ഹസ്ബൻഡ് നൈറ്റ് കഴിഞ്ഞ് ഉറങ്ങുക. കാരണം എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ റെഡി ആയിരിക്കും ഇവിടെ. അങ്ങനെയാണ്. ഇനി ഇരിക്കട്ടെ. പിന്നെ നൈറ്റിനും പോകണം. നിങ്ങളുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലും ഇതുപോലത്തെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. നമ്മുടെ നാട്ടിലിപ്പം ചക്ക തീർന്നോ? ചക്ക, മാങ്ങ, പുളിയുടെ സീസൺ എന്തായി? നമ്മുടെ വാളംപുളി. ഞങ്ങൾ ചെറുപ്പത്തിലായിരുന്നപ്പം ഞങ്ങളുടെ വീടിൻ്റെ തെക്ക് വശത്ത് ഒരു വലിയ വാളംപുളി ഉണ്ടായിരുന്നു. വലുതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്തൂല അതിൻ്റെ മരം. അപ്പം നമ്മൾ ഒളിച്ച് കളിക്കണതൊക്കെ അവിടെയായിരുന്നേ. ഞാൻ, സെലീന, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എന്നിട്ട് ഈ പുളിയുമേ അച്ചിങ്ങപ്പുളി ആയി തുടങ്ങണ ആ സമയം മുതൽ നമ്മൾ അതിനോട് ഇങ്ങനെ അതിൻ്റെ ചുറ്റുപറ്റിയായിരിക്കും. അച്ചിങ്ങപ്പുളി എടുത്തിട്ട് ഇങ്ങനെ, അതിന് പുളി വേണ്ട, അത് ഉപ്പ് വേണ്ട, പതുക്കെ കടിച്ച് ഇങ്ങനെ കിറുക്കിറുന്നാണ് അത് അച്ചിങ്ങപ്പുളി. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ചെനച്ച ഒരു പുളിയുണ്ട്. ചെനച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്തിട്ട് കാന്താരിമുളക് കൂട്ടി ഉപ്പും കൂട്ടിയിട്ട് കല്ലിലിട്ട് ചതയ്ക്കും. എന്നിട്ട് ഞങ്ങൾ ഏതെങ്കിലും മാവിൻ്റെ ചോട്ടിൽ പോയിട്ടിരുന്ന് ഞങ്ങൾ കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് മൂത്ത് പഴുക്കണൊരു പ്രായമല്ലേ, പഴുക്കുമ്പം അതിനകത്ത് ഒറ്റക്കായുള്ള പുളിയുണ്ട്. അതിൻ്റെ ആ തുമ്പ് ഞങ്ങൾ കുറച്ച് പൊട്ടിക്കും. എന്നിട്ട് ഉപ്പിൻ്റെ നീര് അതിനകത്തേക്ക് ഒഴിക്കും. എന്നിട്ടൊരു ഈർക്കിളി എടുക്കും. ഈർക്കിളി തുടച്ച് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ മൊത്തം ഇങ്ങനെ ഒന്ന് ഇളക്കിട്ടിട്ട് ഇളക്കിയിട്ട് ഈ ഈർക്കിളിയും കൊണ്ട് തന്നെ അതിൽ നിന്ന് ഇങ്ങനെ കോരി നമ്മളിങ്ങനെ എടുത്ത് അങ്ങ് കഴിക്കുന്ന ഒരു സംഭവമുണ്ട് മക്കളേ. ഇതൊരു ടേസ്റ്റാണെന്നറിയാമോ? ഞാൻ കുറേ നാളായി അങ്ങനെ കഴിച്ചിട്ടോ. പിന്നെ അത് കൂടാണ്ട് നമ്മൾ വീഴുന്ന പുളികളൊക്കെ എടുത്തിട്ട് വെറുതെ ഉപ്പ് കൂട്ടി കഴിക്കും. പിന്നെ അത് പുളി പറിക്കുന്നൊരു സമയമുണ്ടല്ലോ, പറിക്കുമ്പോൾ ഇത് മൊത്തം പറക്കി കൂട്ടണം, ഭയങ്കര പാടാ. പറക്കി കൂട്ടി പിന്നെ അതിൻ്റെ തൊണ്ട് പൊളിക്കണം. തൊണ്ട് പൊളിച്ച് വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അമ്മച്ചി പറയും 3-4 ദിവസത്തെ നല്ല വെയിൽ കാണണമെന്ന്. വീട്ടിൽ കൊണ്ടുവന്ന് അത് കുത്തി അതിൻ്റെ കുരു എടുത്ത് കളയണം. പിന്നെയാണ് അടുത്ത സന്തോഷം. ഈ കുരു നമ്മളിട്ട് ഒന്നല്ലെങ്കിൽ അടുപ്പിലിട്ട് ചുടും, അല്ലെങ്കിൽ ഇട്ട് വറക്കും. പിന്നെ പിറ്റേ ദിവസം മുതൽ നമ്മൾ സ്കൂളിൽ പോകുമ്പം നമ്മുടെ കയ്യിൽ പുളിങ്കുരു ഉണ്ടാവും. എന്തൊരു ടേസ്റ്റാണോ! ദൂരം പുളിങ്കുരു അല്ല തിന്നേക്കണേ. നമ്മൾ കൂട്ടുകാരികൾക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പുളിങ്കുരു. ആ പുളിങ്കുരുവിൻ്റെ തൊണ്ട് കളഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നത്, അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം മാത്രം. പിന്നെ ഈ പുളി നമ്മൾ ഉണങ്ങി കഴിഞ്ഞിട്ട് അതെല്ലാം കൂടി ഉരലിലിട്ടിട്ട് ഇടിക്കും, ഉപ്പ് കൂട്ടി ഇടിച്ച് ഓരോ ഇങ്ങനെ കട്ടയായിട്ട് വെക്കും. അതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യണ പണിയായിരുന്നു കേട്ടോ. അമ്മച്ചിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവും സഹായത്തിന്, എന്നാലും ഞങ്ങളും കൂടുമായിരുന്നു അതൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് അങ്ങനത്തെ പണികളൊക്കെ നമുക്കറിയാം. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നറിയാം. ഭയങ്കര കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞുപോയ രാഗം കടലിനക്കരെ, ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം, അപ്പുളിയൊന്നുലുത്തുവാൻ മോഹം. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കും 100 നാവായിരിക്കും അല്ലേ സംസാരിക്കാനായിട്ട്.
നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ മെസ്സേജ് എനിക്ക് ഇടണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ചോദിച്ചാൽ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. ആർക്ക് വേണമെങ്കിലും എൻ്റെ പേഴ്സണൽ മെസ്സേജ് വാട്സാപ്പ് നമ്പർ യൂസ് ചെയ്യാം. ചിലപ്പം അപ്പം തന്നെ റിപ്ലൈ വരില്ല എന്നുള്ളൂ, കാരണം ഈ ചാരിറ്റിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് തിരക്കായിരിക്കും മിക്ക സമയത്ത്. എന്നാലും ഞാൻ എല്ലാ മെസ്സേജസും കാണാറുണ്ട്, പറ്റുന്ന പോലെ റിപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നിർത്താം. കുറേ നേരമായല്ലേ, നിങ്ങൾ ബോറടിച്ചോ? അപ്പോൾ എന്താ ബന്ദിക്കുട്ട നനച്ചില്ലല്ലോ, നമ്മൾ നനയ്ക്കണ്ടേ? ഇനി നനച്ച് കഴിഞ്ഞിട്ട് പോവാം. ഞാൻ നനയ്ക്കാനായിട്ടൊന്ന് ഓസ് എടുക്കട്ടെ കേട്ടോ. ഇന്ന് കർണൻ അവിടെ കിടന്നുറങ്ങും, അവൻ വന്നില്ല. ഇവിടെ നമ്മുടെ ഈ ഇന്ന് നട്ട തക്കാളി ഇല്ലേ, അതിനൊക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കട്ടെ. പിന്നെ നമ്മുടെ ഡാലിയ കുട്ടന്മാരും എല്ലാം ഉണ്ട് ഇവിടെ. അതൊക്കെ ഈ സൈഡിലാണ്. കുറച്ച് ബിസിലിസി, നമ്മുടെ വഴുതനങ്ങ എപ്പോഴും 2-3 ഇലയും കൂടി വന്നിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാറാവണുള്ളൂ. നമ്മുടെ റോസൂട്ടൻ, പിന്നെ നമ്മുടെ ഇന്നത്തേക്കാണ് കൂടുതൽ നമ്മൾ നനയ്ക്കേണ്ടത്. പെട്ടെന്ന് ഞാൻ നേരത്തെ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു. നമ്മൾ പാവി വെച്ചിരിക്കുന്നത് നല്ല വെയിലുള്ളത് കൊണ്ട് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. നമ്മുടെ എന്താ നമ്മുടെ ചീരക്കുട്ടന്മാര്, നമ്മുടെ ഡാഡിയുടെ. ഓക്കെ 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 നമ്മളിത് കഴിക്കണത് കഴിച്ചില്ലല്ലോ ചേച്ചി, കഴിക്കാം കേട്ടോ. എല്ലാം നന്നായിട്ട് വരും കേട്ടോ. കൂട്ടുകാരൊക്കെ ചോദിക്കുന്നു നിങ്ങൾക്കൊക്കെ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ പറയണ്ടേ ചേച്ചി? സുഖാണെന്ന് പറയട്ടെ? സുഖാണെന്ന് പറഞ്ഞോട്ടെ, പറയണോ? മതിയാവുന്നത്തേക്ക് കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാനൊരു ചെറി പറിക്കാൻ പോവാണേ. നന്നായിട്ട് പഴുത്തത് പറിച്ചു നോക്കട്ടെ. ഒരെണ്ണം ഇത് നല്ല ഇതാ, മൂത്തതാ. 3 എണ്ണം പറിച്ചു. ഞാനൊരു നല്ല പഴുത്തത് കൂടി പറിച്ചു തരാം കേട്ടോ. ഒരെണ്ണം നന്നായിട്ട് പഴുത്തു, പിന്നെയൊക്കെ അതേ മൂത്തതും ഒക്കെയാണേ. കഴിച്ചു നോക്കട്ടെ ചേച്ചി. ഇതിന് മധുരവും പുളിയും കൂടിയാണേ. ഇനി ഇത് പറിച്ചിട്ട് എൻ്റെ എക്സ്പ്രഷൻ നോക്കിക്കോട്ടെ, ഇത് കഴിച്ചിട്ട്. നമ്മുടെ ലൂബിക്കല്ലേ, അതുപോലെ തന്നെ എനിക്ക് തോന്നണേ. ഇത് ജസ്റ്റ് പഴുത്തു തന്നെ ഉള്ളൂ. പുളി 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 പുളി. നിങ്ങൾ അടുത്തുണ്ടാക്കി തരായിരുന്നു കേട്ടോ. എനിക്ക് കൊതിപ്പിക്കണ ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞ. ഓക്കെ, ഇത് വേസ്റ്റിലേക്ക് ഇടാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞ എയിമൊക്കെ നിറവേറിയെന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടമായോ? ഞങ്ങളുടെ ഈ ഗാർഡൻ ശരിയാക്കിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഇത് ശരിയാക്കാൻ കിടക്കുവാണ്. ഇതൊന്ന് ശരിയാക്കണം. ഇപ്പം ഈ വർഷം പറ്റുമെന്ന് തോന്നല്ല, അടുത്ത വർഷത്തേക്ക് നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളൊക്കെ ജീവിച്ചിരിക്കട്ടെ, ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. സങ്കടകരമായ ഒരു വാർത്തകളും ആർക്കും വരാതിരിക്കട്ടെ. കുറച്ച് നാൾ സന്തോഷവും സമാധാനമായിട്ട്, സമ്പത്ത് കുറവാണെങ്കിലും സമാധാനവും സന്തോഷമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉറങ്ങാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കേട്ടോ. മാരകമായ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ദൈവം ഇടവരുത്തട്ടെ. ഇനി എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ കൂടി അത് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും അതിനെ നമ്മൾ എന്താ പറഞ്ഞേ, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ലൊരു ജീവിതത്തിലേക്ക് വരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരോടും ചേച്ചിയുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ലിസ് ചേച്ചി. ഞാൻ എല്ലാവരോടും ലിസ് ചേച്ചി എന്നാണ് പറയുന്നത്. ഞാനായിരിക്കും നിങ്ങളിലൊക്കെ സീനിയർ. ലിസ് ചേച്ചി എൻ്റെ നാട്ടിൽ വീട് ആലുവ അടുത്ത് കുറ്റിപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നല്ലൊരു ഗ്രാമം, നെല്ലും തെങ്ങും അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്താണ് എൻ്റെ വീട്, സ്വന്തം വീട്. ഇവിടെ ഇപ്പം ഞാൻ ഒരു 20 വർഷമായിട്ട് ഞാൻ UK-യിലാണ്. ഇവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്നു. നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം ചാരിറ്റി വർക്ക്
മദേഴ്സ് ചാരിറ്റി എന്ന് പറഞ്ഞ ഒരു ചാരിറ്റിയുടെ മെമ്പറാണ് ഞാൻ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ഈ നേച്ചറും പൂക്കളും കായ്കളും ഖനികളും ഒക്കെ ഇങ്ങനെ കാണാനും കേൾക്കാനും അതൊക്കെ ഇങ്ങനെ ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. എന്നെ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാനായിട്ടും ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തത് എൻ്റെ ടീനയാണ്. ടീനയോട് ഒരുപാട് നന്ദിയുണ്ട്. എത്ര പറഞ്ഞാലും മതിയാവില്ല. അല്ലെങ്കിൽ എനിക്കിതിനെപ്പറ്റി ഒരു ABCD അറിയാൻ വേണ്ടായില്ല. ഒരു ദിവസം ടീനോട് ഞാൻ കുറച്ച് ദിവസമായി പറഞ്ഞു, ടീന എനിക്കിങ്ങനെ ഈ പൂക്കളൊക്കെ പിള്ളേരെ എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ ഇഷ്ടമാണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നോട് ടീന വെച്ച് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പൊന്നുമോളെ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുവിടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കാതെ ടീന പറഞ്ഞു, ചേച്ചി ഇങ്ങോട്ട് വാ, നടക്കാൻ വരാൻ പറഞ്ഞു. ഒരു ചുരിദാർ ഇട്ടിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നടക്കാൻ വന്നു. അങ്ങനെ ഒറ്റ സുപ്രഭാതത്തിൽ ടീന എടുത്ത ഒരു തീരുമാനമാണ്, ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പം തന്നെ അവൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അങ്ങനെയാണ് ഇന്ന് വരെ എത്തിയിരിക്കുന്നത്. അന്ന് ഇപ്പം ഒരു വർഷം, എനിക്കൊന്ന് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് തുടങ്ങിയത്. മാർച്ച് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂൺ എത്തിയിട്ടുള്ളൂ. ഒരു വർഷം 3 മാസമായിട്ടുള്ളൂ നമ്മൾ. എന്നാലും നല്ല രീതിയിൽ പോകുന്നു. പിന്നെ അതെനിക്കൊന്ന് 1-2 വീഡിയോ കിട്ടി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ചിന്തകൾ വന്നത്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും കാണുമ്പോൾ അവർ പറയുമല്ലോ, അതിൽ നിന്ന് അവർക്ക് വരുമാനമൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുമല്ലോ. ഈവൻ ദോ നമ്മൾ ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിലും. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, നമുക്കിങ്ങനെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനായിട്ടുണ്ട്, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ കാണിച്ച് ഇങ്ങനെ നമ്മുടെ വീഡിയോ ഒന്ന് കുറച്ചൊന്ന് മുമ്പിലേക്ക് വന്നാൽ, എന്തെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയാൽ നമുക്ക് അങ്ങനെ ചെറിയ എമൗണ്ട് ആയിട്ടാണെങ്കിലും കുറച്ച് വീട്ടുകാരെയൊക്കെ ഹെൽപ്പ് ചെയ്യാലോ, കുറച്ച് കുട്ടികളെയൊക്കെ ഇനിയും സപ്പോർട്ട് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചു. കാരണം നമുക്ക് ചാരിറ്റിയിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെതായ പോളിസി, പ്രൊസീജിയേഴ്സ്, പേപ്പർ വർക്കുകളൊക്കെ ഉണ്ട്. അതില്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് രജിസ്റ്റേർഡ് ചാരിറ്റിയാണ് ഇവിടെ. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നാട്ടിലുള്ള ആർക്കെങ്കിലും ആദ്യം ഞാൻ കൊടുക്കുന്നത് ടീനയുടെ നാട്ടിൽ ആർക്കെങ്കിലും ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ നാട്, അങ്ങനെ പിന്നെ നമ്മുടെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചെറിയ ഹെൽപ്പായിരിക്കും കേട്ടോ, വലിയ ഹെൽപ്പൊന്നും ആയിരിക്കില്ല. കാരണം ഞാൻ അങ്ങനെ വലിയൊരു യൂട്യൂബറൊന്നുമല്ല. നമുക്ക് അറിയുന്ന അറിവുകൾ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ചെറിയ കാഴ്ചകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമുക്ക് കൈകോർത്ത് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ, ലോങ് വീഡിയോ എന്തായാലും 2 ദിവസത്തേക്ക് ഉണ്ടാവില്ല. 3 നൈറ്റാണ്. അതിനിടയ്ക്ക് സമയം കിട്ടുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ കാണുക, കമൻ്റ് ഇടുക. അതുപോലെ തന്നെ മല്ലിയില വളർത്തുക. പിന്നെ ലെറ്റൂസിൻ്റെ വിത്ത് കിട്ടുകയാണെങ്കിൽ ഇടുക കേട്ടോ. മല്ലിയില അടുത്തത് വീഡിയോ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. അത് ഞാൻ അടുത്ത ദിവസം ഒരു ഷോർട്സ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ. ചേച്ചിയുടെ സ്നേഹം എല്ലാവർക്കും. ബൈ.